പ്രതിയെ മാലയിട്ട് CPM-ലേക്ക് സ്വീകരിച്ചതിനെ ന്യായീകരിച്ച് വെട്ടിലായത് ജില്ലാ സെക്രട്ടറി. ഈ കൂട്ടത്തിൽ മാലയിട്ട് സ്വീകരിച്ച യുവാവ് കഞ്ചാവ് കേസിൽ പ്രതിയായപ്പോൾ ന്യായീകരണത്തിന് ചുമതലപ്പെടുത്തിയത് ഏരിയ സെക്രട്ടറിയെ. ഏരിയ സെക്രട്ടറിയും ന്യായീകരിച്ച് മെഴുകി. ആർക്കും ദഹിക്കാത്ത ഒരു ക്യാപ്സ്യൂളും നൽകി. കഞ്ചാവ് കേസിൽ യുവാവിനെ പെടുത്തിയതാണ് പോലും. എക്സൈസ് ഉദ്യോഗസ്ഥൻ സംഖ്യയാണത്രേ. ആരോഗ്യമന്ത്രി വീണ ജോർജും ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവും CPM-ലേക്ക് മാലയിട്ട് സ്വീകരിച്ചതിന്റെ 2ാം ദിവസമാണ് മലയാലപ്പുഴ മയിലാടുംപാറ സ്വദേശി യദുകൃഷ്ണൻ 2 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കാപ്പ കേസ് പ്രതി ശരൺചന്ദ്രനൊപ്പം യദുകൃഷ്ണൻ കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ CPM-ൽ ചേർന്നത്. തിങ്കളാഴ്ച ഇയാൾ കഞ്ചാവുമായി പത്തനംതിട്ട എക്സൈസിന്റെ പിടിയിലാവുകയും ചെയ്തു. പിന്നാലെ മലയാലപ്പുഴ ലോക്കൽ സെക്രട്ടറി മിഥുന്റെ നേതൃത്വത്തിൽ എക്സൈസ് ഓഫീസിൽ നിന്ന് യദുവിനെ ജാമ്യത്തിലിറക്കി. കഞ്ചാവിന്റെ അളവ് കുറവായതിനാൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് ചുമത്തിയത്. കാപ്പ കേസ് പ്രതിയായ ശരൺചന്ദ്രനൊപ്പം BJP യുവമോർച്ച അനുഭാവികളായ 62 പേരാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കുമ്പള ലിജോ ഓഡിറ്റോറിയത്തിൽ വെച്ച് CPM-ൽ ചേർന്നത്. ഇവരെ മാലയിട്ടും മുദ്രാവാക്യം വിളിച്ചും പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജും ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവുമായിരുന്നു. കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് വിവാദമായപ്പോൾ ന്യായീകരണവുമായി മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും രംഗത്ത് വന്നിരുന്നു. കാപ്പ കേസ് രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്നാണ് ഇവർ വാദിച്ചത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കേസൊന്നും ശരണിനെതിരെ ഇല്ലായിരുന്നു. സ്ത്രീകളെ ആക്രമിച്ച കേസിലെ പ്രതിയെയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന മന്ത്രിയടക്കം മാലയിട്ട് സ്വീകരിച്ചത്. ഇത് വിവാദമായപ്പോൾ ന്യായീകരിച്ച് രക്ഷപ്പെടാൻ ജില്ലാ സെക്രട്ടറി അടക്കം ശ്രമിച്ചു. സംസ്ഥാന നേതൃത്വം അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ജില്ലാ സെക്രട്ടറിയുടെ പേര് പറഞ്ഞ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് തലയൂരി. എന്നാൽ ഈ വിവാദ പാർട്ടി മാറ്റത്തിൽ ഉൾപ്പെട്ടയാൾ കഞ്ചാവുമായി പിടിയിലായതോടെ ഇരുവരും വീണ്ടും ഊരാക്കുടുക്കിലായി. എക്സൈസ് രജിസ്റ്റർ ചെയ്ത കേസ് രേഖകളിലുള്ളതിനാൽ നിഷേധിക്കാനും കഴിയില്ല. ഇതോടെയാണ് പത്തനംതിട്ട ഏരിയ സെക്രട്ടറി വിചിത്ര ന്യായീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. യദുകൃഷ്ണനെ കഞ്ചാവ് കേസിൽ കുടുക്കിയതാണ്. എക്സൈസ് ഉദ്യോഗസ്ഥൻ യുവമോർച്ചക്കാരനും സംഖ്യയുമാണെന്നാണ് ഏരിയ സെക്രട്ടറി പറയുന്നത്. അന്ന് CPM-ൽ ചേർന്ന 62 പേരിൽ ആർക്കെതിരെ വേണമെങ്കിലും ഇനിയും കള്ളക്കേസ് വരാമെന്ന മുൻകൂർ ജാമ്യവും ഏരിയ സെക്രട്ടറി എടുക്കുന്നുണ്ട്. എന്നാൽ CPM ഭരിക്കുമ്പോൾ അവരുടെ ആളുകൾക്കെതിരെ എങ്ങനെ കള്ളക്കേസ് എടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുമെന്ന ചോദ്യത്തിന് മറുപടിയില്ല. കഴിഞ്ഞ ദിവസം ന്യായീകരിച്ച് ജില്ലാ സെക്രട്ടറി വെട്ടിൽ വീണതിനാലാണ് ഇക്കുറി ന്യായീകരണത്തിന് ഏരിയ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത്.